السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. صدق الله مولانا العظيم. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുന്ന, കേൾക്കുന്ന, പ്രചരിപ്പിക്കുന്ന ഈ നന്മയുടെ വിഷയത്തിൽ ഭാഗവാക്കാവാൻ അവസരം ലഭിച്ച നമുക്ക് അല്ലാഹു ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നബിതങ്ങളെ കുറിച്ച്, അവിടുത്തോരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ആവോളം പറയാൻ, അറിവോളം പറയാൻ, അത് കേൾക്കേണ്ടതുപോലെ കേട്ട് പിൻപറ്റേണ്ടതുപോലെ പിൻപറ്റാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. ഒരു ദിനം ഒരു നന്മ 135-ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്ന തുടർ പ്രസംഗത്തിന്റെ 19-ാം ഭാഗമാണിന്ന്. ഇന്നത്തെ വിഷയം നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബിനികൾ എന്നതിനെ കുറിച്ചാണ്. സ്നേഹമുള്ളവരെ, അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠവാനാണ് മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ മറ്റ് അംബിയാ മുർസലീങ്ങൾക്ക് നൽകപ്പെടാത്ത അത്യുന്നതമായ പദവികളും സ്ഥാനമാനങ്ങളും പ്രത്യേകതകളും നബിയുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു അനുവദിച്ച് നൽകിയിട്ടുണ്ട്. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ വിശുദ്ധമായ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാക്കൾ എന്നതാണ്. വിശുദ്ധ ഖുർആൻ 33-ാമത്തെ അധ്യായം സൂറത്തുൽ അഹ്സാബിന്റെ 6-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മഹാനായ നബിയുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വന്തം നഫ്സിനേക്കാൾ പരിഗണ്യനായിരിക്കണം, മേലെയായിരിക്കണം, അങ്ങേയറ്റം വാഴ്ത്തപ്പെട്ടയാളും ഉയർത്തപ്പെട്ട ആളും ആയിരിക്കണം. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. വഅസ്വാജുഹു ഉമ്മഹാതുഹും. ആ നബിതങ്ങളുടെ പത്നിമാർ അഥവാ കുടുംബിനികൾ, നബിതങ്ങളോടൊപ്പം ഭാര്യയായി ജീവിക്കാൻ പടച്ചവൻ അനുമതി നൽകപ്പെട്ടവർ, അവർ വലിയ സൗഭാഗ്യവതികളാണ്. അവരെ വിശ്വാസികളുടെ മാതാക്കൾ എന്നതാണ് ഖുർആൻ പരിചയപ്പെടുത്തിയ വചനം. അല്ലാഹു അക്ബർ. ആ മഹദി വനിതകൾക്ക് പടച്ചവൻ അത്യുന്നതമായ സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട്, പദവികൾ നൽകിയിട്ടുണ്ട്. അവർ സ്വർഗസ്ഥരാണെന്ന് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഭാര്യമാര് നബിതങ്ങളോടൊപ്പം ജീവിതം പങ്കിട്ടവര് 11 പേരാണെന്നാണ്
ഏറ്റവും പ്രബലമായ അഭിപ്രായം. 12 എന്നും 13 എന്നും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. എങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ അഭിപ്രായവും മുഖ്യമായ അഭിപ്രായവും ഭാര്യമാര് 11 എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ഈ വിഷയം നബിതങ്ങളുടെ പത്നിമാർ കുടുംബിനികൾ എന്ന വിഷയം തിരഞ്ഞെടുക്കാൻ കാരണം കുടുംബിനികളുടെ ജീവിത രീതികളോ അവരുടെ മഹത്വങ്ങളോ പരിചയപ്പെടുത്തൽ അല്ല എന്റെ ഇന്നത്തെ നസീഹത്തിലൂടെയുള്ള ലക്ഷ്യം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധമായ ദീനുൽ ഇസ്ലാമും ഇതര മതവിഭാഗത്താൽ ഏറെ വിമർശിക്കപ്പെടുന്ന കാലമാണ്. അത് മുമ്പേ ഉണ്ട്, ഇന്ന് അത് അതിന്റെ അത്യുന്നതയിൽ നിലകൊള്ളുന്നു. ഖിയാമത്ത് നാൾ വരെ ആ ഒരു വിമർശന സംസാരം, അതിന്റെ പ്രചാരണം തുടരും. ഇതര വിഭാഗക്കാർക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അറിവില്ലായ്മയുടെ പേരിൽ അത് പറഞ്ഞു പരത്തി പ്രചരിപ്പിച്ചേ മതിയാകൂ. അള്ളാഹു അതിനെ തൊട്ട് നമ്മളെ കാക്കട്ടെ. മുസ്ലിം സമുദായത്തിൽ പോലും അത് ചോദ്യം ചെയ്യപ്പെട്ടാൽ മറുപടി കൊടുക്കാൻ അറിവില്ലാത്തവര് ധാരാളമാണ്. അതുകൊണ്ട് അവർക്ക്, ഇത് കേൾക്കുന്നവർക്ക് അതൊരു ഉപകാരമാവട്ടെ. ആക്ഷേപങ്ങൾ വരുമ്പോൾ ഒരു മറുപടി കൊടുക്കാനുള്ള സന്മനസ് വരട്ടെ. അതിന്റെ യാഥാർത്ഥ്യം സമൂഹത്തിന്റെ മുമ്പിൽ തുറന്ന് കാണിക്കട്ടെ എന്ന നല്ല ലക്ഷ്യമാണ് ഈ വിഷയം തിരഞ്ഞെടുത്തതിലൂടെയും ഈ കാര്യം പറയുന്നതിലൂടെയും ഞാൻ ലക്ഷ്യം വെക്കുന്നത്. അള്ളാഹു ഖബൂലാക്കുമാറാവട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി വിവാഹം കഴിച്ചത് 25-ാമത്തെ വയസ്സിലാണ്. 40 വയസ്സുള്ള ബീബി ഖദീജ റളിയല്ലാഹു അൻഹായെയാണ് വിവാഹം കഴിച്ചത്. മക്കയിലെ പ്രമുഖ വനിതയായിരുന്നു. സമ്പന്നതയുടെ ഉത്തുംഗതയിൽ വിഹരിച്ചവരായിരുന്നു. കുലമഹിമയുള്ളവളായിരുന്നു. ഖുറൈശി പ്രമുഖയായിരുന്നു. അവർ ഇങ്ങോട്ട് ആലോചനയുമായി വന്നു. അത് പരിഹാസമാണെന്ന് കരുതിപ്പോയെങ്കിലും യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു അൻഹായുടെ വരനായി, പുതിയാപ്പിളയായി ജീവിതം സമർപ്പിച്ചു. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ സ്വീകരിച്ചത് ദരിദ്രനിൽ ദരിദ്രനായ, അനാഥനായ, സംരക്ഷണ ഉത്തരവാദിത്തം നൽകേണ്ട മാതാവ് നഷ്ടപ്പെട്ട, അതിനു മുമ്പേ പിതാവ് നഷ്ടപ്പെട്ട, അങ്ങനെ സംരക്ഷണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബും നഷ്ടപ്പെട്ട, പിന്നീടുള്ള ഉത്തരവാദിത്തം അബൂ താലിബ് ഏറ്റെടുത്തപ്പോൾ ആ സാഹചര്യത്തിലാണ് 25-ാമത്തെ വയസ്സിൽ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വിവാഹം നടക്കപ്പെടുന്നത്. സ്നേഹമുള്ളവരെ, ഖദീജ ബീബി റളിയല്ലാഹു അൻഹായെ വിവാഹം ചെയ്തതിലൂടെ ഒരുപാട് പാഠം നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കാരണം ലോകത്തെ സമുദ്ധരിക്കാൻ വന്ന ഒരു പ്രവാചകരാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുത്തും വായനയും അറിയില്ലാത്ത ഉമ്മിയാണ്. ഖുർആൻ അങ്ങനെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയം പിന്നീട് വിശദീകരിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ പറയുന്നില്ല. എഴുത്തും വായനയും അറിയില്ല. അതുകൊണ്ട് തന്നെ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖദീജ ബീവിക്കുമായി വിവാഹം നടക്കുമ്പോൾ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ തന്റെ ശരീരം കൊടുത്തു, തന്റെ സമ്പത്ത് മുഴുവനും കൊടുത്തു, മനസ്സ് മുഴുവനും സമർപ്പിച്ചു. നബിതങ്ങളുടെ ഇഷ്ടാനിഷ്ടമനുസരിച്ച്. അതുമാത്രമല്ല, ആദ്യമായി സ്ത്രീകളുടെ കൂട്ടത്തിൽ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദൂതനാണെന്ന് വിശ്വസിച്ച മഹദി വനിത ബീബി ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് 65-ാമത്തെ വയസ്സിലാണ്. 65 വയസ്സുള്ള ഖദീജ ബീവി വഫാത്താകുന്നതുവരെ 15 വയസ്സ് താഴെ പ്രായമുള്ള മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഥവാ 50 വയസ്സ് വരെ മറ്റൊരു സ്ത്രീയെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. വേറൊരു വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പലരും എത്രത്തോളം മക്ക ഖുറൈശികൾ, മുഹമ്മദേ, നീ നിന്റെ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നുവെങ്കിൽ നിനക്ക് മക്കത്തെ പ്രമാണിത്ത സ്ഥാനം തരാം, നിനക്ക് അത്യുന്നതമായ കെട്ടിടങ്ങൾ, കോംപ്ലക്സുകൾ, കൊട്ടാരങ്ങൾ പണിതു തരാം, രാജകീയമായി വാഴാൻ നിനക്ക് അവസരം ഒരുക്കി തരാം, നീ ആഗ്രഹിക്കുന്ന ഇച്ഛിക്കുന്ന ഈ ഖുറൈശി കുടുംബത്തിലെ ഏത് സുന്ദരികളെ വേണമെങ്കിലും നിനക്ക് നിക്കാഹ് ചെയ്തു തരാം, വിവാഹം ചെയ്തു തരാം. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മറുപടി കൊടുത്തത്, എന്റേത് വലത് കൈയിലും ഇടത് കൈയിലും നിങ്ങൾ സൂര്യചന്ദ്രാദികളെ വെച്ച് തന്നാലും
എന്റെ രക്ഷിതാവായ പടച്ച തമ്പുരാൻ എന്നെ നിയോഗിച്ച ദൗത്യത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. സുബ്ഹാനല്ലാഹ്. ആ ഒരു ഉറപ്പിന്റെ വാക്ക് മുഹമ്മദിൽ നിന്ന് കേട്ടപ്പോൾ മുഹമ്മദ് വാക്കുമാറ്റാത്തവനാണെന്ന് ഖുറൈശികൾക്കറിയാം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷമാണ് പീഡനങ്ങൾ അവർ അഴിച്ചുവിടാൻ തുടങ്ങിയത്. അക്രമങ്ങൾ, അനീതി പ്രവർത്തനങ്ങൾ, കൊള്ളരുതായ്മകൾ, ഉപരോധ പ്രവർത്തനങ്ങൾ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സ്വഹാബത്തുകൾക്കുമെതിരെ. സുബ്ഹാനല്ലാഹ്. ഇരിക്കട്ടെ, നമ്മുടെ വിഷയം കുടുംബിനികളാണല്ലോ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ, ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ മഹത്വം ഒരു വാക്കിലൂടെ എടുത്തു പറഞ്ഞാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു ജിബ്രീലിലൂടെ അല്ലാഹു സലാം പറഞ്ഞു വിട്ടു ബീബി ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക്. നബി തങ്ങൾ പരിചയപ്പെടുത്തിയതാ. പിന്നാലെ ചെന്നു. ഖദീജ ബീബി നോക്കുമ്പോൾ ദാ പിന്നാലെ ആരോ വരുന്നുണ്ട്. വീണ്ടും മുമ്പോട്ട് നടന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ആള് പിറകെ വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് വല്ലാഹു യഖറഉകസ്സലാം വല്ലാഹു യഖറഉകിസ്സലാം. അങ്ങനെ അവിടുന്ന് രക്ഷപ്പെട്ടു. നബി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. വിവരം പറഞ്ഞപ്പോൾ നബി തങ്ങൾ ചിരിച്ചു. ഖദീജ, അതാരാണെന്നറിയുമോ ഖദീജ? അതെന്റെ അടുക്കലേക്ക് നിരന്തരം വരാറുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ഖദീജ. ഖദീജ, നിനക്ക് സലാം പറയാൻ വേണ്ടി വന്നതാണ് ഖദീജ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു വാക്കിലൂടെ ഖദീജ ബീവിയുടെ മഹത്വം പറയാം, അറിയാം, ഉൾക്കൊള്ളാം. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ഖദീജ ബീവിയോട് നബി തങ്ങൾക്ക് അങ്ങനത്തെ സ്നേഹമായിരുന്നു. അവരുടെ വഫാത്ത് വരെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ, സകല രീതിയിലും ഏത് സുന്ദരികളെയും നിക്കാഹ് ചെയ്തു കൊടുക്കാമെന്ന് ഖുറൈശികൾ ആഹ്വാനം ചെയ്തു. അവർ ആ രീതിയിൽ ചെയ്തു കൊടുക്കാമെന്ന എല്ലാ വാഗ്ദാനവും കൊടുത്തു. എന്നിട്ട് പോലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഭാര്യയെ സ്വീകരിക്കാൻ തയ്യാറായില്ല എങ്കിൽ ആ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി മ്ലേച്ഛമായ വാക്കുകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഇതര വിഭാഗക്കാർ ഒന്ന് ചിന്തിക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു? പഠിക്കണം, പഠിക്കേണ്ടതുപോലെ പഠിക്കണം. നബി തങ്ങളെ കുറിച്ച് നല്ലവര് പറഞ്ഞവർ നല്ലവർ തന്നെ നല്ലവര് പറഞ്ഞിട്ടുള്ളൂ. നബി തങ്ങളെ കുറിച്ച് ആരൊക്കെ മോശമായി വിശദീകരിച്ചിട്ടുണ്ട്, പ്രചരിപ്പിച്ചിട്ടുണ്ട്, അവരൊക്കെ അവരുടെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലത്തെ മനസ്സിലാക്കുമ്പോൾ അവരൊക്കെ മോശത്തരത്തിൽ ജീവിച്ചവരാണ് എന്ന് നമുക്ക് വ്യക്തമായി ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നല്ലവരെ നല്ല രീതിയിലേ മനസ്സിലാക്കുകയുള്ളൂ. മോശക്കാര് നല്ലവരെയും മോശമായിട്ടേ മനസ്സിലാക്കുകയുള്ളൂ. അതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട മൊത്തത്തിലുള്ള ഒരു കാര്യം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാവട്ടെ. 11 ഭാര്യമാർ. ഈ 11 ഭാര്യമാരെ വിവാഹം തുടർന്ന് അങ്ങോട്ടുള്ള വിവാഹം ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന് ശേഷം ഹിജ്റയ്ക്ക് 4 വർഷത്തിന് മുമ്പാണ് മഹദി അവർകൾ ലോകത്തോട് യാത്ര പറഞ്ഞത്. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുമ്പോൾ മഹദി അവർകൾക്ക് 40 വയസ്സ്, നബി തങ്ങൾക്ക് 25 വയസ്സ്. ഹിജ്റയ്ക്ക് 4 വർഷത്തിന് മുമ്പ് റമളാൻ 10 അന്നാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ലോകത്തോട് യാത്ര പറഞ്ഞത്. അതോ അബൂ താലിബ്, നബി തങ്ങളുടെ സംരക്ഷകനായ അബൂ താലിബ് മരണപ്പെട്ടിട്ട് 4 ദിവസത്തിന് ശേഷമെന്നും അല്ല 2 മാസത്തിന് ശേഷമെന്നും അഭിപ്രായം ഭിന്നതയോടുകൂടി പറയപ്പെടുന്നുണ്ട്. ഏതുമാവട്ടെ, ഖദീജ ബീബി വഫാത്താകുമ്പോൾ വയസ്സ് 65 ഉണ്ടായിരുന്നു. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടി മയ്യിത്ത് നമസ്കാരം അവിടെ നടന്നിട്ടില്ല എന്ന ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കുന്നത്. കാരണം അന്ന് മയ്യിത്ത് നിസ്കാരം നിർബന്ധമായിരുന്നില്ല. മയ്യിത്ത് നിസ്കാരം ഒരു ചര്യയായി വന്നിരുന്നില്ല. മഹദി അവരുടെ ഖബർ എവിടെയാണെന്നോ? വിശുദ്ധ മക്കയിലെ ഏറ്റവും പ്രശസ്തമായ ഖബർസ്ഥാനുണ്ട്, ജന്നത്തുൽ മുഅല്ല. അല്ലാഹുവേ ഇത് കേൾക്കുന്നവർക്ക് മുഴുവനും ആ ജന്നത്തുൽ മുഅല്ലയിൽ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഖബറിടത്തിന് മുമ്പിൽ നേരിട്ട് കാണുന്ന രീതിയിൽ പോയി നിന്ന് ഒരു സൂറത്തു യാസീൻ ഓതി, ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാനും ആ ദുആയ്ക്ക് ആമീൻ പിടിക്കാനും ഇത് കേൾക്കുന്നവർക്കും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവർക്കുമൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയിലൂടെ നബി തങ്ങൾക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായത് 6 മക്കളാണ്. ആകെ 7 മക്കളിൽ ഇബ്രാഹിം എന്ന ഒരു മോൻ ഒഴികെ ബാക്കി എല്ലാ മക്കളും ഖദീജ ബീബിയിലൂടെയാണ്. സുബ്ഹാനല്ലാഹ്.
അപ്പോ അതുകൊണ്ടും കൂടുതൽ മക്കളെ തനിക്ക് തന്ന മഹദി എന്ന നിലയ്ക്ക് ഖദീജ ബീവിയോട് വളരെ സ്നേഹമായിരുന്നു. സമ്പത്തും ശരീരവും മനസ്സും സർവാത്മന സമർപ്പിച്ച മഹദി വനിത എന്ന നിലയ്ക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹായോട് നബി തങ്ങൾക്ക് വലിയ സ്നേഹമായിരുന്നു. ഖദീജ ബീവി കൂടെ ഉണ്ടായിരുന്നപ്പോൾ മറ്റൊരു ഭാര്യയെ കുറിച്ച്, ഒരു പെണ്ണിനെ കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. എല്ലാ സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നിട്ടും. അതാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം ഒരു വർഷം കഴിഞ്ഞ്, അല്ലെങ്കിൽ അതേ വർഷത്തിന്റെ അവസാന ഘട്ടത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുടുംബജീവിതം നയിക്കാൻ തെരഞ്ഞെടുത്തത് സൗദ ബിൻത് സംഅ റളിയല്ലാഹു അൻഹ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരാണ്. അത് മഹാനായ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ചെന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് ഇങ്ങനെ ഒറ്റപ്പെട്ട ജീവിതം എത്ര കാലമാ? ഇണയായി തുണയായി ഒരാൾ വേണ്ടയോ? അവിടുന്ന് അനുമതി തരുന്നുവെങ്കിൽ ഉചിതമായ രീതിയിൽ അവിടുത്തോർക്ക് ഒരു സഹധർമ്മിണിയെ സംഘടിപ്പിച്ചു തരാം. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കന്യകയാണോ അല്ല മുതിർന്നവരാണോ? കന്യക വേണമെങ്കിൽ അങ്ങനെ, മുതിർന്നവർ വേണമെങ്കിൽ അങ്ങനെ, ബിക്കറാണോ സയ്യിബാണോ എന്നാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ആരാണ് കന്യക, ആരാണ് മുതിർന്നവരാരാണ് എന്ന് ചോദിച്ചപ്പോൾ കന്യകയിൽപ്പെട്ടത് ആയിഷ ബീവിയാണ്, അബൂബക്കർ സിദ്ദീഖിന്റെ മകൾ ആയിഷയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. അതേപോലെ സയ്യിബിൽപ്പെട്ടവർ, മുതിർന്നവരിൽപ്പെട്ടത് ആരാണെന്നോ? സൗദ ബിൻത് സംഅ റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായെ പലപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചൂണ്ടിക്കാണിച്ചിട്ട്, അല്ലാഹുവിന്റെ റസൂലേ, ഇത് നിങ്ങൾക്ക് വധുവാകാനുള്ള പെണ്ണാണെന്ന് പറഞ്ഞതായിട്ട് ചരിത്രം പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ വിവാഹം കഴിക്കാനുള്ള പെണ്ണാണ് കേട്ടോ ഈ പെണ്ണ്. ചെറുപ്രായത്തിൽ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് നബി തങ്ങളുടെ മനസ്സിലുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിബ്, അതാ മുതിർന്ന പെണ്ണ് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു കൊടുത്തത് അത് സൗദ ബിൻത് സംഅയാണ്. അപ്പോൾ അവരുടെ വയസ്സ് എത്രയായിരുന്നുവെന്നോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹായുടെ വയസ്സോളം, അല്ലെങ്കിൽ ഒരു വയസ്സ് കൂടുതൽ, 65 അല്ലെങ്കിൽ 66. ഒന്ന് ആലോചിച്ചു നോക്കണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ത്രീകളിലേക്ക് ചേർത്തുകൊണ്ട് മ്ലേച്ഛമായ വാക്കുകൾ ഉച്ചരിക്കുന്ന ആരെങ്കിലും എന്റെ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഖദീജ ബീവിയുടെ വഫാത്തിന് ശേഷം മക്കയിലെ ഖുറൈശി കുടുംബത്തിലെ പ്രമാണിച്ചി പെണ്ണുങ്ങളെ, സുന്ദരികളെ, സുമുഖികളെ, സമ്പന്നതയുടെ ഉത്തുംഗതയിൽ വിലസുന്നവരെ കിട്ടുമായിരുന്നിട്ടും 65 അല്ലെങ്കിൽ 66 വയസ്സുള്ള സൗദ റളിയല്ലാഹു അൻഹായെ നബി തങ്ങൾ തിരഞ്ഞെടുത്തതിലൂടെ അത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. ഈ ഭാര്യമാരെ ഒക്കെ തെരഞ്ഞെടുത്തതിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം മാത്രമാണ്, അതാത് സമയങ്ങളിൽ മാത്രമാണ് നബി തങ്ങൾ ഭാര്യമാരെ തെരഞ്ഞെടുത്തത്, അല്ലാതെ ചിന്തിച്ചിട്ട് പോലുമില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഉള്ള സമയമല്ല അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനുശേഷം മൂന്നാമതാണ് വിവാഹം കഴിച്ചത് മഹദി ആയിഷ റളിയല്ലാഹു അൻഹായെ. ആയിഷ റളിയല്ലാഹു അൻഹായുമായി നിക്കാഹ് നടക്കുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹായ്ക്ക് 6 വയസ്സേ ഉള്ളൂ. കളിപ്പാട്ടവും കൊണ്ടൊക്കെയാണ് നടന്നിരുന്നത് ആ സമയത്ത്. 9 വയസ്സെത്തിയപ്പോഴാ കുടുംബജീവിതം നയിച്ചത്, ഒരുമിച്ച് കഴിഞ്ഞത്. ഇവിടെ 6 വയസ്സുള്ള പെണ്ണിനെ കെട്ടിയെന്ന് ആക്ഷേപം തൊടുത്തുവിടുമ്പോൾ, അല്ലെങ്കിൽ 9 വയസ്സുള്ള പെണ്ണിനെ കെട്ടിയെന്ന് ആക്ഷേപം തൊടുത്തുവിടുമ്പോൾ ഈ കാലഘട്ടത്തിലുള്ളവർക്ക് അത്ഭുതമായിരിക്കും. ഞാൻ ഓർത്തു പോകുന്നു, എന്റെ ഉമ്മായെ കെട്ടിച്ചത് 13ാമത്തെ വയസ്സിലാണ്. അവരുടെ മാതാവ്, അല്ലെങ്കിൽ അവരുടെ മാതാവിന്റെ മാതാവിനെ കെട്ടിച്ചത് 9ാമത്തെ വയസ്സിലാണെന്ന് കാരണവന്മാര് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ അടുത്ത ഒരു 100 വർഷത്തിനുള്ളിൽ നടന്ന വിവാഹങ്ങൾ പോലും 9 വയസ്സിൽ പെൺകുട്ടികളെ കെട്ടിച്ചിരുന്നു എന്നിരിക്കെ 1400 വർഷങ്ങൾക്ക് മുമ്പ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹ് എന്ന ചടങ്ങ് 6 വയസ്സുള്ള ആയിഷ ബീബി റളിയല്ലാഹു അൻഹായുമായിട്ട് നടത്തിയിട്ട് 9ാമത്തെ വയസ്സിൽ ഒരുമിച്ച് താമസിച്ചു എന്നതിൽ ആക്ഷേപത്തിന് ഒരിക്കലും അർഹതയില്ല. സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, ആയിഷ ബീബി എന്ന, അത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ആയിഷ ബീബി എന്ന ഒരേ ഒരു വനിത മാത്രമേ കന്യകയായി ഇരുന്നിട്ടുള്ളൂ. ചെറുപ്പക്കാരി, യുവതിയായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ പ്രായം ചെന്നവരും വൃദ്ധകളുമായിരുന്നു. അവരെയൊക്കെ എന്തിനു വേണ്ടി നിക്കാഹ് ചെയ്തു എന്ന് ഇൻഷാ അല്ലാഹ് വഴിയെ പറയുന്നുണ്ട്. ആയിഷ ബീബി എന്ന കുഞ്ഞു പെണ്ണിനെ കെട്ടിയതിന് കാരണം എന്താ? അതിനൊരുപാട് വിഷയങ്ങളുണ്ട്, പറയേണ്ടതുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇല്ലായിരുന്നുവെങ്കിൽ
ഈ ലോകത്ത് നൽകപ്പെടേണ്ട ഒരുപാട് ഇൽമുകൾ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. കാരണം യുവതിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബിതങ്ങളോടൊപ്പം ജീവിച്ച കാലം, നബിതങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഭാര്യ ആയിഷ ബീവിയാണ്. ചരിത്രം പറയുന്നു 2210 ഹദീസുകൾ നബിതങ്ങളിൽ നിന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്തിട്ടുണ്ട്. അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ട മസലകളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു ഭാര്യ വേണ്ടേ? വെറും ഒരു ഭാര്യ മതിയോ? നന്നായിട്ട് അറിവും കഴിവും വായിക്കാനും മറ്റെല്ലാ കഴിവുകളുമുള്ള പ്രാപ്തയായ ബുദ്ധിമതിയായ ഒരു പെണ്ണ് വേണ്ടേ? ചെറുപ്പം മുതൽ നബിതങ്ങളോടൊപ്പം ഇഴുകിച്ചേരേണ്ടേ? പഠിക്കേണ്ട പാഠങ്ങൾ സമയബന്ധിതമായി പഠിക്കേണ്ടേ? അത് കുറിക്കേണ്ട സമയത്ത് കുറിച്ചു വെക്കേണ്ടേ? നബിതങ്ങളോട് മറ്റുള്ള സ്ത്രീകൾക്ക് മസ്അല ചോദിക്കണമെങ്കിൽ ആ മസ്അലകളുടെ അനുഭവം പങ്കിട്ട ഒരു യുവതി തന്നെ നബിതങ്ങളോടൊപ്പം വേണ്ടേ? അതുകൊണ്ട് ചരിത്രം പറയുന്നു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ മാത്രം 2210 ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നിവേദനം ചെയ്ത ഹദീസുകളിൽ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന 316 ഹദീസുകൾ ഉണ്ടെന്ന് ചരിത്രം പറയുന്നു. ഇമാം ഹാക്കിം റഹിമഹുല്ലാ അവരുടെ മുസ്തദ്റക്കിൽ വിവരിക്കുന്നുണ്ട്, ഇന്ന റുബുഅ അഹ്കാമ ശരീഅത്തി നുഖിലത് അൻ സയ്യിദത്തി ആയിഷ റളിയല്ലാഹു അൻഹാ. ശരീഅത്തിന്റെ ഹുക്കുമുകളിലെ 1/4 ഭാഗവും ലോകത്തിന്റെ മുമ്പിലേക്ക് നബിതങ്ങൾ സമർപ്പിച്ചിട്ടുള്ളത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയിലൂടെയാണ്. അഥവാ നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹീ വരും, നബിതങ്ങൾ പറയും, കേൾക്കാൻ പരിജ്ഞാനമുള്ള ഒരു വനിത കൂടെ വേണം. അത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആണ്. അത് അറിവ് കുറഞ്ഞവരാവാൻ പാടില്ല, പക്വമതികളാവണം, നന്നായിട്ട് ബുദ്ധിയും ഓർമ്മയും ഉള്ളവരായിരിക്കണം. അതുകൊണ്ട് ആയിഷ ബീവിയെ വിവാഹം ചെയ്യാൻ ചെറുപ്പത്തിലെ നബിതങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അറിയിച്ചു കൊടുത്തിരുന്നു. നബിതങ്ങളെ, നിങ്ങൾക്ക് ഭാര്യയാവാനുള്ള പെണ്ണാണ് അവൾ. സുബ്ഹാനല്ലാഹ്. ചെറിയ പെണ്ണിനെ കെട്ടി എന്ന വാക്ക് കേൾക്കുമ്പോ നമ്മുടെ മുസ്ലിമീങ്ങൾക്ക് തന്നെ ഒരു വല്ലാത്ത ഒരു ചിന്തയാണ്. കേൾക്കിൻ, അറിയിൻ, പഠിക്കിൻ. ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട ശരീഅത്തിന്റെ വിഷയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകൾ അതിന്റെ 4/1 ഭാഗവും ബീവി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് ലോകത്തിന്റെ മുമ്പിലേക്ക് വന്നിട്ടുള്ളതെങ്കിൽ ആയിഷ ബീവി എന്ന ചെറുപ്പക്കാരിയെ നബിതങ്ങൾ കെട്ടണമായിരുന്നില്ലേ? കെട്ടണം, തീർച്ചയായിട്ടും വേണം. വഖാല സുഹരി, ഇമാം സുഹരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗ ജമഅ ഇൽമു ആയിഷ ഇലാ ഇൽമി ജമീഇൻ നിസാഇ ലകാന ഇൽമു ആയിഷ അഫ്ളൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹായ്ക്ക് പടച്ചവൻ കൊടുത്തിട്ടുള്ള പരിജ്ഞാനമുണ്ടല്ലോ, അറിവ്, ആ അറിവും ലോകത്തിലുള്ള സകലമാന സ്ത്രീകളുടെ പരിജ്ഞാനവും അറിവും കൂടി ഒരുമിച്ച് വെച്ചിട്ട് തുലനം ചെയ്താൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായുടെ അറിവാണ് മുൻതൂക്കം നിൽക്കുന്നത്. ഇമാം സുഹരി റഹിമഹുല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയുള്ള ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങളുടെ കൂടെ ഭാര്യയായി തന്നെ നിലകൊള്ളണ്ടേ? ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഇഴുകിച്ചേരുന്നത് പോലെ മറ്റൊരു പെണ്ണിന് ചേരാൻ പറ്റുമോ? ഫാത്തിമ ബീവിക്ക് അതേപോലെ നബിതങ്ങളോട് ചേരാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. ഫാത്തിമ ബീവി പെണ്ണാണ്, കരളിന്റെ കഷ്ണമാണ്, സ്നേഹം കൊടുത്തിട്ടുള്ള മകളാണ്, എല്ലാത്തിലും വാപ്പയെ പോലെ ജീവിച്ച പൊന്നുമോളാണ്. പക്ഷെ ആ പൊന്നുമോൾക്ക് ഭാര്യയാകുന്ന ആയിഷ ബീവി ചെയ്തതുപോലെ ഇഴുകിച്ചേരാനോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതുപോലെ ചെയ്യാനോ സാധിക്കോ? പറ്റൂല. അപ്പൊ അള്ളാഹു ഓരോരുത്തർക്കും ഓരോ പദവി നൽകിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബിതങ്ങളോടൊപ്പം 11 വർഷം ജീവിച്ചു. വഫാത്താകുമ്പോൾ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് 18 വയസ്സായിരുന്നു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ പിന്നീട് ആരും വിവാഹം ചെയ്തിട്ടില്ല. കാരണം ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ടവരെ, നബിതങ്ങൾ നിക്കാഹ് ചെയ്തവരെ പിന്നീട് ആരും തന്നെ വിവാഹം ചെയ്യാൻ പാടില്ല. അത് നിഷിദ്ധമാണ്. കാരണം നബിതങ്ങൾക്ക് സ്വർഗത്തിൽ ഈ ഭാര്യമാരെ അള്ളാഹു ഭാര്യമാരാക്കി കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ്. മൂന്നാമത് നിക്കാഹ് ചെയ്തതാണ് ആയിഷ ബീവി എങ്കിൽ പിന്നീട് വിവാഹം ചെയ്തത് ഹഫ്സ ബിൻത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹഫ്സ റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. അതിന് വിവാഹം ചെയ്യാൻ കാരണം എന്താ? ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ട മരുമകൻ, ആ മരുമകന്റെ വേർപാടിൽ വ്യസനിച്ചു കഴിഞ്ഞ മകളുണ്ടല്ലോ ഹഫ്സ,
ആ ഹഫ്സ പിന്നീട് അങ്ങനെ തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ വിവാഹങ്ങളും ആ സ്ത്രീകളുടെ തുടർന്നുള്ള പാതിവൃത്യത്തെ സൂക്ഷിക്കുവാനും അവർ വലിയ 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 മഹത്തുക്കൾ വിവാഹം ചെയ്ത് അവർ വഫാത്തായി പോയതിനു ശേഷം പിന്നെ സാധാരണക്കാരോടൊപ്പം ജീവിക്കേണ്ടവരല്ല അവർ മഹത്വ വനിതകളാണ്. അതുകൊണ്ട് അവർ നബിതങ്ങളുടെ പത്നിസ്ഥാനം അലങ്കരിച്ച് ജീവിക്കേണ്ടവരാണ്. ആ കാരണങ്ങളാണ് ബാക്കിയുള്ളവരെയൊക്കെ വിവാഹം ചെയ്തത്. അതൊക്കെ പടച്ചവൻ അറിയിച്ചിട്ടാണ്. അഞ്ചാമത് വിവാഹം ചെയ്തത് സൈനബ് ബിൻത് ഹുസൈമ. ആറാമത് വിവാഹം ചെയ്തത് ഉമ്മു സലമ അഥവാ ഹിന്ദ് ബിൻത് അബൂ ഉമയ്യത്തുൽ മഖ്സൂമിയ. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, വലിയൊരു ചരിത്രമുണ്ട് അവരുമായി ബന്ധപ്പെട്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരുടെ ഭർത്താവിനോടൊപ്പം ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്നു. എല്ലാ ദിവസവും നബിതങ്ങളോടൊപ്പം നബിതങ്ങളുടെ ഇൽമു പോയി കേൾക്കുമായിരുന്നു. നബിതങ്ങളുടെ മജ്‌ലിസിൽ നിന്ന് ഇൽമു കേട്ടിട്ട് ഭാര്യ ഉമ്മു സലമയോട് വന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അവരുടെ പേര് ഹിന്ദ് എന്നാണ്. ഹിന്ദിനോട് വന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം വിവരിച്ചു. ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഒരു മുസീബത്ത് സംഭവിച്ചാൽ അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻ എന്ന് ദുആ ചെയ്താൽ ആ സംഭവിച്ച ഏതൊരു നഷ്ടമാണോ ആ നഷ്ടം പരിഹരിച്ചുകൊണ്ട് പടച്ചവൻ അതിനേക്കാൾ ഖൈറായത് വേറെ കൊടുക്കുമെന്ന് ഉമ്മു സലമ എന്ന ഹിന്ദ് ഭർത്താവിനോട് ചോദിച്ചു. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു. എങ്കിൽ ഞാനൊന്ന് പരീക്ഷിക്കട്ടെ, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് ഉണ്ടായാൽ ഞാൻ അത് ദുആ ചെയ്യും, എനിക്കതിനേക്കാൾ ഖൈറായത് കിട്ടുമല്ലോ. കാത്തിരിക്കെയാണ് ഭർത്താവ് ഉഹദ് യുദ്ധത്തിൽ മുറിവേറ്റു രോഗബാധിതനായി പിന്നീട് മരണപ്പെട്ടത്. എല്ലാം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ് ഹിന്ദു വല്ലാത്ത വ്യസനത്തിലായി. സുബ്ഹാനല്ലാഹ്. അവസാനം ഈ ദുആ പറഞ്ഞു. എന്താണ്? അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ഉഹദ് യുദ്ധത്തിൽ മുറിവേറ്റിട്ട് പിന്നീട് മരണപ്പെട്ട എന്റെ ഭർത്താവ്, ആ ഭർത്താവിന്റെ വേർപാടിൽ ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു. എന്റെ ഭർത്താവിനെ പോലെ എന്റെ ജീവിതത്തിലേക്ക് എന്റെ കടമകൾ പാലിക്കാൻ ഇനി കടന്നു വരാൻ ആരാണുള്ളത്? എന്റെ ഭർത്താവ് എനിക്ക് തന്ന സ്നേഹം പോലെ ഇനി സ്നേഹം തരാൻ പര്യാപ്തമായ ആരാണ് ഈ മദീനയിലുള്ളത്? എന്റെ ഭർത്താവ് എന്നെ പരിചരിച്ചതുപോലെ പരിചരിക്കാൻ പര്യാപ്തനായ വേറൊരു വ്യക്തിയെ പടച്ചവൻ ഈ ഭൂമിയിൽ പടച്ചിട്ടുണ്ടോ? അത്ര സ്നേഹമായിരുന്നു ഹിന്ദിന് അവരുടെ ഭർത്താവിനോട്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ആ മഹദി വനിത ദുആ ചെയ്തു. നബിതങ്ങളിൽ നിന്ന് ഭർത്താവ് കേട്ട് പഠിപ്പിച്ചു കൊടുത്ത ഇൽമുണ്ടല്ലോ, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻ. അല്ലാഹുവേ, എനിക്ക് വന്ന മുസീബത്തുണ്ടല്ലോ, ആ മുസീബത്തിൽ എനിക്ക് നീ വലിയ പ്രതിഫലം തരണം, അതിനേക്കാൾ ഖൈറായത് പകരം തരണം. ഏതൊരു വിശ്വാസിക്ക് എന്തൊരു മുസീബത്ത് സംഭവിച്ചാലും ഈ ദുആ ചൊല്ലണമെന്ന് നബിതങ്ങൾ സുന്നത്താക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് സംഭവിച്ചാലും, ഒരു ഗ്ലാസ് പൊട്ടിയാലും, ഒരു മുസീബത്ത് സംഭവിച്ചാൽ, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയോ, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് തട്ടുകയോ മുട്ടുകയോ ചെയ്തോ, അന്യായമായി സാമ്പത്തികം ഒരു കച്ചവടത്തിൽ നഷ്ടപ്പെട്ടു പോയോ, താൻ പ്രതീക്ഷിച്ച ഒരു നന്മ, ആ നന്മ കിട്ടുമെന്ന് ആഗ്രഹിച്ചു പ്രതീക്ഷിച്ചു ദുആ ചെയ്തു, അത് കിട്ടാതെ നഷ്ടപ്പെട്ടു പോയോ, നമ്മുടെ മകന് വേണ്ടി ഒരു പെണ്ണിനെ ആലോചിച്ചു വെച്ചു, പക്ഷെ മറ്റൊരു ചെറുക്കൻ വന്ന് വിവാഹം കഴിച്ചോ സ്വീകരിച്ചു കൊണ്ടുപോയി നഷ്ടപ്പെട്ടു പോയോ, അപ്പോഴൊക്കെ എന്ത് നഷ്ടപ്പെട്ടോ, ആഗ്രഹിച്ചത് കിട്ടാതെ പോകുമ്പോഴും കിട്ടിയത് നഷ്ടപ്പെട്ടു പോകുമ്പോഴും പറഞ്ഞുകൊള്ളുക, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻ. സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി എഴുതിക്കൊണ്ടിരിക്കുന്ന പേന താഴെ വീണിട്ട് അതിന്റെ നിബ്ബുകുത്തി തറയിൽ വീണു പേന തെളിയാതെ വരുമ്പോഴും ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻ. ഏത് നിസ്സാരമായതാവട്ടെ വലുതാവട്ടെ മുസീബത്ത് സംഭവിച്ചാൽ അതിന്റെ പേരിൽ ഈ ദുആ ചെയ്താൽ ആ നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് പകരം അല്ലാഹു തരുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഇത് നബിതങ്ങൾ പഠിപ്പിച്ചു. ഭർത്താവ് വന്ന് എന്നെ പഠിപ്പിച്ചു. ഞാനൊന്ന് പരീക്ഷിക്കട്ടെ, എന്റെ ഭർത്താവിനേക്കാൾ എന്നെ പരിചരിക്കാനും എന്നെ സ്നേഹിക്കാനും എന്നോടുള്ള കടമകളും കടപ്പാടുകളും പാലിക്കാനും ഈ ഭൂമി ലോകത്ത് വേറെ ഏതൊരു പുരുഷനെയാ പടച്ചവൻ പടച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. ഹിന്ദ് എന്ന പെണ്ണുണ്ടല്ലോ, ഭർത്താവിന്റെ വേർപാടിൽ ദുഃഖത്തോടെ വീടിന്റെ ഉള്ളിൽ കഴിയുന്നു. ഇദ്ദയുടെ കാലം കഴിഞ്ഞു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതാ വീട്ടിന്റെ വാതിൽക്കൽ സലാം പറയുന്നുണ്ട്. വന്നതാരാണെന്നറിയുമോ? നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിൽ വന്നു. മറയിൽ ഇരുന്നു കൊണ്ട് ആ സ്ത്രീ എന്ത് ചെയ്തു? വിരിപ്പ് വിരിച്ചു കൊടുത്തു. നബിതങ്ങൾ വിരിക്കപ്പെട്ട വിരിപ്പിൽ വന്നിരുന്നു. മറയുടെ പിന്നിൽ നിന്നുകൊണ്ട് ആ സഹോദരി ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്നിന്റെ ആഗമനോദ്ദേശം എന്താ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സഹോദരി ഹിന്ദ്, നിന്റെ ഭർത്താവിന്റെ വേർപാടിൽ നീ ഒരുപാട് വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ വിഷമത്തിനൊരു പരിഹാരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നതിന്റെ ആവശ്യം മറ്റൊന്നുമല്ല, നിനക്കൊരു വിവാഹത്തിന്റെ ആലോചനയുമായിട്ടാ. ഹിന്ദ് തിരിച്ചു ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലേ, പ്രായാധിക്യം ചെന്ന ഈ കിളവിക്ക് ഇനിയും ഒരു വിവാഹമോ? അപ്പോൾ അള്ളാന്റെ റസൂല് അതിനായ മറുപടി കൊടുക്കുന്നു. കുറെ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു. ആരാണ് പുതിയാപ്പിളയെന്ന് യാദൃച്ഛികവശാല ഹിന്ദ് അന്വേഷിക്കുമ്പോൾ അള്ളാന്റെ റസൂല് മുഹമ്മദ് മുസ്തഫയാണ്, ഈ ഇരിക്കുന്ന ഞാനാണെന്ന് റസൂലുള്ളാഹി പരിചയപ്പെടുത്തുമ്പോൾ ഹിന്ദ് എന്ന പെണ്ണെന്താ പൊട്ടിക്കരഞ്ഞു പോയി. റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങൾ എനിക്ക് വിവാഹാലോചനയുമായിട്ട് വന്നിരിക്കുന്നു, ഞാനൊരു കിളവിയായ പെണ്ണല്ലേ? അള്ളാന്റെ റസൂല് മറുപടി കൊടുത്തത്, ഹിന്ദ്, നീ കിളവിയാണെങ്കിൽ നിന്നെ ആലോചിച്ച് വന്നിരിക്കുന്നത് ഒരു കിളവനാണെന്ന് കരുതിക്കൊള്ളുക. നബിയുന മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലെ, ഭർത്താവിന്റെ വേർപാടിലൂടെ വിഷമം അനുഭവിക്കുന്ന ഒരു പെണ്ണാണ്. ഇദ്ദയുടെ കാലം കഴിഞ്ഞെങ്കിലും എന്റെ ഭർത്താവ് എനിക്ക് എന്തോരം സ്നേഹം തന്നിരുന്നുവെന്നോ, എന്നെ എത്ര കണ്ട് പരിചരിച്ചിരുന്നുവെന്നോ അള്ളാന്റെ റസൂല് വായടപ്പൻ മറുപടി കൊടുക്കുന്നത്, ഹിന്ദ്, നിന്റെ ഭർത്താവ് നിനക്ക് തന്നതിനേക്കാൾ സ്നേഹം തരാൻ ഈ മുഹമ്മദിന് സാധിക്കും. നിന്റെ ഭർത്താവ് നിന്നെ പരിചരിച്ചതിനേക്കാൾ കൂടുതൽ പരിചരിക്കാൻ ഈ മുഹമ്മദിന് സാധിക്കും. നിന്റെ ഭർത്താവ് നിന്നോട് കടമകളും കടപ്പാടുകളും പാലിക്കുന്നതിനേക്കാൾ കൂടുതൽ കടമകളും കടപ്പാടുകളും പാലിക്കാൻ ഈ മുഹമ്മദിന് സാധിക്കും. അപ്പോഴും ഹിന്ദിന് മറുപടി മുട്ടി. വീണ്ടും ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, ഭർത്താവിന്റെ വേർപാടിന് ശേഷം കടവും ബാധ്യതയും ഒക്കെ എനിക്കുണ്ട്. അള്ളാന്റെ റസൂലിന്റെ മറുപടി, ഹിന്ദ്, ഞാൻ നിന്നെ വിവാഹം ചെയ്താൽ നിന്റെ കടബാധ്യത എന്റെയും കൂടി കടബാധ്യതയായി മാറുന്നു. നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ബാധ്യതകളൊക്കെ ഞാൻ അങ്ങ് നിർവഹിക്കുന്നു. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും ഹിന്ദ് പ്രതികരിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലെ, അറിവും വിവരവുമില്ലാത്ത, പക്വതയില്ലാത്ത, പ്രായം മാത്രമുള്ള ഈ പെണ്ണുണ്ടല്ലോ, നിങ്ങളോടൊപ്പം ഒരുമിച്ച് ഭാര്യയായി ജീവിക്കുമ്പോൾ നിങ്ങളോടുള്ള കടമകളും കടപ്പാടുകളും പാലിക്കാൻ സാധിച്ചെന്നു വരില്ല നബിയേ. അള്ളാന്റെ റസൂല് പറയുന്നു, ഇത് പടച്ചവന്റെ കൽപ്പനയാണ് ഹിന്ദ്. ജിബ്രീൽ വന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്നോട്, നിങ്ങളുടെ അടുക്കൽ വന്ന് വിവാഹാലോചന നടത്താൻ, നിങ്ങളെ വിവാഹം കഴിക്കുവാൻ എന്നോട് അള്ളാഹു അറിയിച്ചിട്ടുണ്ട് ഹിന്ദ്. അതുകൊണ്ട് എന്നോടൊപ്പം അള്ളാഹുവിന്റെ ഇൽമിന്റെ തോഴനായ എന്നോടൊപ്പം ഹിന്ദ് നീ ഭാര്യയായിട്ട് കടന്നു വരുമ്പോൾ ഞാൻ നിനക്ക് അറിവുകൾ അങ്ങോട്ട് പഠിപ്പിച്ച് തരലോടെ നീ പക്വതയുള്ള പെണ്ണാകും, അറിവുള്ള പെണ്ണാകും. ഭർത്താവിനോടുള്ള കടമകളും കടപ്പാടുകളും ഞാൻ നിന്നെ പഠിപ്പിച്ചു തരും ഹിന്ദ്. സുബ്ഹാനല്ലാഹ്. ആ ഹിന്ദ് എന്ന സഹോദരിക്ക് പിന്നീടൊന്നും പറയാനുണ്ടായില്ല. ഈ പറയപ്പെട്ടതുപോലെയൊക്കെയാണെങ്കിൽ അള്ളാന്റെ റസൂലേ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി ഒന്ന് പൊട്ടിക്കരഞ്ഞു. എന്താ കരയുന്നതിന് കാരണമെന്ന് അന്വേഷിക്കപ്പെട്ടപ്പോൾ, അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലീ ഖൈറൻ മിൻ. അള്ളാഹുവിന്റെ റസൂലേ, നിങ്ങളിൽ നിന്ന് പഠിച്ച പാഠം എന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു പഠിപ്പിച്ചു. അത് പരീക്ഷിക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. എന്റെ ഭർത്താവ് രോഗിയായത്, പിന്നീട് മരണപ്പെട്ടത്. അപ്പോൾ ഞാനൊന്ന് മനസ്സുറപ്പിച്ചു പറഞ്ഞു, എന്റെ ഭർത്താവിനേക്കാൾ സ്നേഹം നൽകാൻ പര്യാപ്തമായ ആരാണ് ഈ ഭൂമി ലോകത്തുള്ളത്? എന്റെ ഭർത്താവിനോട് കടമകളും കടപ്പാടുകളും പാലിക്കുന്നതിനേക്കാൾ പാലിക്കാൻ പര്യാപ്തനായ ആരാണ് ഈ ഭൂമി ലോകത്തെ പടച്ചവൻ പടച്ചിട്ടുള്ളത്? ഞാൻ ഒരു പരീക്ഷണത്തിന് വേണ്ടി ആ ദുആ കാര്യമായിട്ട് അങ്ങ് ചെയ്തു. എന്റെ ദുആ എന്റെ പടച്ചവൻ സ്വീകരിച്ചു. അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളെ എന്റെ പടച്ചവൻ എന്നിലേക്ക് എത്തിച്ചു യാ റസൂലല്ലാഹ്. അങ്ങനെ അവരുടെ വിവാഹം ഉമ്മു സലമയെയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്തു. അതിനുശേഷം സൈനബ ബിൻത് ജഹ്ഷ്, ജുവൈരിയ ബിൻതുൽ ഹാരിഫ്, സഫിയ ബിൻത് ഹുയയ്യ്, ഉമ്മു ഹബീബ, റംല എന്നാണ് അവരുടെ പേര്. അബൂ സുഫിയാന്റെ മകളാണ്. മൈമൂന ബിൻതുൽ ഹാരിഫ്. ഇത്രയും പേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഈ നബിതങ്ങളുടെ കുടുംബിനികളെ പറയുന്നതിലൂടെ ഈ സംസാരത്തിൽ ഞാൻ ലക്ഷ്യം വെച്ചത് നബിതങ്ങളുടെ വിവാഹമൊന്നും സ്ത്രീകളോടുള്ള അമിതമായ മോഹത്തിന്റെയോ താല്പര്യത്തിന്റെയോ പേരിലായിരുന്നില്ല. കാരണം ആദ്യം വിവാഹം ചെയ്തത് തന്നെ 15 വയസ്സ് പ്രായം കൂടുതലുള്ള പെണ്ണിനെ.
പിന്നെ വിവാഹം ചെയ്തതും തത്തുല്യമായ പ്രായമുള്ള പെണ്ണിനെ. പിന്നെ ഇതൊക്കെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. അപ്പൊ ഇൽമിന്റെ പ്രചാരണത്തിനു വേണ്ടി ആയിഷ ബീവിയെ, ഓരോരോ സ്ത്രീകളുടെ പാതിവൃത്യത്തെ പിന്നീട് നബിതങ്ങളിലൂടെ സൂക്ഷിക്കപ്പെടാൻ വേണ്ടി വൃദ്ധകളെയും വയോധികമാരെയും പ്രായം ചെന്നവരെയും നബിതങ്ങൾ നിക്കാഹ് ചെയ്തു. അങ്ങനെയാണ് ഈ പറയപ്പെട്ട എണ്ണത്തിലേക്ക് ഭാര്യമാരെത്തിയത്. അത് നബിതങ്ങൾക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ഇവിടെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആക്ഷേപിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ മറുപടി കൊടുക്കാൻ മുസ്ലിം ഉമ്മത്തിന് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹില്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. മുത്തുനബിയെ പറയുന്നതിലൂടെ അവിടുത്തോരുടെ ഇഷ്ടം നേടിയെടുക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. നബിതങ്ങളുടെ മഹബ്ബത്തിന്റെ പേരിൽ അവിടുത്തോരുടെ നടപടിക്രമങ്ങളെ കൃത്യമായി പിൻപറ്റി ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ച് സ്വർഗീയ സോപാനത്തിൽ ഒരുമിച്ച് കൂടാൻ എനിക്കും ഈ നസീഹത്ത് കേൾക്കുന്നവർക്കും അല്ലാഹുവേ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറഞ്ഞ് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم.